അപ്പം ബിരിയാണി അരിയിൽ പേരെഴുതാൻ നമുക്കൊന്ന് കണ്ടുപോകാം. ഇപ്പം 2 പേരാണ് ഈ ഒരു അരിമണിയിൽ എഴുതുന്നത്. ചേട്ടാ അരിമണി പേരെഴുതുവാ. എന്തിനാ അരസ് ചെയ്ത്? ബിരിയാണി. അപ്പം ബിരിയാണി അരിയിൽ പേരെഴുതാൻ നമുക്കൊന്ന് കണ്ടുപോകാം. ഇപ്പം 2 പേരാണ് ഈ ഒരു അരിമണിയിൽ എഴുതുന്നത്. ഇത് ഉണങ്ങാൻ എത്ര സമയം എടുക്കും? ഉടൻ തന്നെ ഉണങ്ങുമോ? ഡ്രൈ ആകുമോ? SABAN. കളറാ? കളർ അത് മതിയാവനെ? അത് മതി. സെബിൻ, ഈ ഒരു സൈഡ് സെബാൻ. അങ്ങനെ ഇപ്പോൾ ഒരു അരിമണിയിൽ എത്ര പേര് എഴുതാം? 5 പേര് എഴുതാം. അന്നേരം ഒരു പേര് എഴുതുന്നതാ പൈസ? ഒരു പേരിന് 50 രൂപ. ഒരു പേരിന് 50 രൂപ. 5 പേര് 150 രൂപ. 5 പേരാകുമ്പം 150 രൂപ. 150 രൂപ. ഒരു പേരാകുമ്പം 50 രൂപ. 2 പേരാകുമ്പം 80 രൂപ. ഓക്കെ സുഹൃത്തുക്കളെ, കണ്ടോ നമ്മുടെ അരിമണിയിൽ പേരെഴുതുന്ന ഇതാണ്. ഒരു ചെറിയ അരിമണിയിൽ 5 പേര് വരെ എഴുതാമെന്നാണ് പറയുന്നത്. ഇതിപ്പോൾ ഒരു സൈഡിൽ ഒരു പേര് എഴുതിയിട്ടുണ്ട്, മറു സൈഡിൽ വേറൊരു പേരും എഴുതുന്നത്. ഇപ്പോൾ 80 രൂപയാണ് ഇങ്ങനെ അരിമണിയിൽ പേരെഴുതുന്നത്. റിങ്ങുകളുണ്ട്, പിന്നെ ഒരുപാട് സംഭവം. എല്ലാത്തിലും പേര് എഴുതുന്നുണ്ടല്ലേ? എല്ലാം പേരെഴുതാം. വീടെവിടാ? തേനി. അപ്പം ഇതേപോലുള്ള ഉത്സവ പറമ്പുകളെല്ലാം എല്ലായിടത്തും പോകും. അതുകൊണ്ട് ആൾക്കാർ ആവശ്യക്കാരുണ്ടോ അരിമണിയിൽ പേരെഴുതാനൊക്കെ? ഉണ്ട്. എന്തരി ഇത്? ബിരിയാണി അരി ബാസ്മതി. തമിഴ്നാട്ടിൽ നിന്ന് പഠിച്ചത്. അത് അതിൽ തന്നെയാണ് എഴുതാൻ പറ്റുന്നത്, അല്ല എല്ലാ അരിക്കകത്ത് എഴുതാൻ പറ്റും? ബിരിയാണി അരി മാത്രമേ ഉള്ളൂ. ബിരിയാണി അരിക്കകത്ത് മാത്രമേ മൊത്തം അരിക്കകത്ത് എഴുതാൻ പറ്റും. സ്ഥലം ചെറുതായിട്ടിരിക്കല്ലോ, അത് എഴുതാൻ പറ്റും. ഇത് വലിയ നേരത്തെ പഠിച്ചാണോ? പഠിക്കും. അച്ഛനെ പഠിച്ചു. അച്ഛന് ബിസിനസ് ആണ്? അവിടെ തന്നെ ഇവിടെ ഉണ്ടോ? ഇവിടെ. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വരും. എല്ലാ ഉത്സവത്തിനും പോകും. എല്ലാ വർഷവും